സാർവത്രിക ജൈവിക ആവശ്യത്തിന് വേണ്ടിയുള്ള ടോയ്ലറ്റ് എന്നത് അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ആരോഗ്യ പ്രശ്നമുള്ളവർ, പ്രായമായവർ, ഗർഭിണികൾ ഇവർക്കൊക്കെ ടോയ്ലറ്റ് സൗകര്യം നിഷേധിക്കുന്നത് കടുത്ത നീതികേടുമാണ്. അതുകൊണ്ട് തന്നെയാകാം കേരള ഹൈക്കോടതിയും നിലപാട് തിരുത്തിയത്. പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങൾ പൊതുവായി ഉപയോഗിക്കാൻ നിർബന്ധിക്കാനാകില്ലെന്ന് പറഞ്ഞ കോടതി പിന്നീട് ഉത്തരവ് ഭേദഗതി ചെയ്തു. ദേശീയപാതയിലെ പമ്പുകൾ എല്ലാവർക്കും, മറ്റു പമ്പുകളിൽ ആവശ്യപ്പെടുന്നവർക്കും ശൗചാലയം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് കോടതിയുടെ പുതിയ ഉത്തരവ്. പെട്രോൾ പമ്പുകളിൽ മാത്രം മതിയോ ഈ ടോയ്ലറ്റ് സൗകര്യം? നമുക്ക് പരിശോധിക്കാം. ദിനം പ്രതി അപേക്ഷകളും പരാതികളുമായി എത്തുന്ന സർക്കാർ ഓഫീസുകളിൽ ഇത്തരം സൗകര്യങ്ങളുണ്ടോ? ഈ ഓഫീസുകളിൽ പൊതു ടോയ്ലറ്റ് എന്ന ബോർഡുണ്ടോ? അങ്ങനെ വേണമെന്ന അഭിപ്രായവും ഇതോടൊപ്പം ഉയർന്നു വരുന്നുണ്ട്. ടോയ്ലറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതി വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും അത് ആ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വാഹനയാത്രികരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായ കാര്യം തന്നെയാണ്. മറ്റൊരു വലിയ വിഷയം നമ്മുടെ സർക്കാരിൻ്റെ പൊതു സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ കളക്ടറേറ്റിലും അതുപോലെ തന്നെ റവന്യൂ ടവറുകളിലൊക്കെ പൊതു ടോയ്ലറ്റുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ, പോലീസ് സ്റ്റേഷനുകൾ, വിചാരണ കോടതികൾ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒട്ടേറെ ആളുകൾ ദിനംപ്രതി വരുന്നതാണ്. മണിക്കൂറുകളോളം അവർക്ക് കാത്തു നിൽക്കേണ്ടിയും വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പൊതു ടോയ്ലറ്റുകൾ ഇല്ലാത്തതിൻ്റെ വലിയ വിഷമതകളുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ അവിടെ ജീവനക്കാർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളായിരിക്കും ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പോലും അത് ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ ഇതുപോലുള്ള ഈ ശങ്കകളും ആശങ്കകളും ഒക്കെ കടിച്ചമർത്തി നിൽക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. സർക്കാർ തലത്തിലൊക്കെ തീരുമാനമെടുക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. സ്വന്തം പണം മുടക്കിയുണ്ടാക്കിയ സ്വകാര്യ വസ്തു എങ്ങനെ ഉപയോഗിക്കണമെന്ന് വ്യക്തികൾക്ക് തീരുമാനിക്കാം. എന്നാൽ ശൗചാലയങ്ങളുടെ കാര്യം അങ്ങനെ സ്വന്തം കാര്യമായി എടുക്കാനാകുമോ? എല്ലാ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും, പബ്ലിക്ക് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, പബ്ലിക്ക് റെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങൾ, പബ്ലിക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പബ്ലിക് ഇൻട്രസ്റ്റാണ്, പൊതു താല്പര്യം. ആ പൊതു താല്പര്യത്തിൻ്റെ പെർവ്യൂവിൽ വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ് പെട്രോൾ പമ്പ്സ്. അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകണമെന്നില്ല. ഇപ്പം ഞാൻ പറയുന്നത് ഉള്ളതിനെ ഒഴിവാക്കലല്ല വേണ്ടത്, ഇല്ലാത്ത സ്ഥലത്ത് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ രാജ്യമൊട്ടുക്ക് നമ്മൾ ഒരുപാട് ത്യാഗം അനുഭവിച്ച് ജീവിച്ച് രാജ്യം വികസിച്ച് ഒരു പ്രത്യേക ലെവലിൽ നമ്മളെത്തുമ്പോൾ ഉള്ള ഫെസിലിറ്റി വിത്ഡ്രോ ചെയ്യുന്ന പ്രവൃത്തി നടത്താൻ പാടില്ല. ഇതിനകത്ത് പിന്നെ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റാണ് ഈ IOC ഡീലേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റാണ്. അല്ലെങ്കിൽ പറഞ്ഞ പെട്രോളിയം ഔട്ട്ലെറ്റ്സിൻ്റെ ഡീലർഷിപ്പുള്ള ആളുകൾ പറയുന്നത് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റാണ്. അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ പബ്ലിക് ഇൻട്രസ്റ്റ് പ്രിവൈൽ ചെയ്യും. ഇത് സ്ത്രീകൾക്ക് ഉണ്ടാക്കേണ്ട സൗകര്യങ്ങൾ, അത് പെട്രോൾ പമ്പുകളാണ് യൂഷ്വലി ഒരു വാഹനത്തിന് ദീർഘദൂരയാത്രത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സ്പേസാണത്. ഗവൺമെൻറ് ഇതിനോടൊപ്പം തന്നെ മറ്റ് ഫെസിലിറ്റീസ് ദൂരയാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കണം, അല്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കണം. ഇനി ഇത് പറഞ്ഞ പോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഡെഫിനറ്റായിട്ടും ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഏതായാലും പബ്ലിക് ഇൻട്രസ്റ്റിനെ പ്രിവെയിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കോടതികളായാലും ഗവൺമെൻറ്റുകളായാലും അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അതോറിറ്റീസൊക്കെ ആണെങ്കിലും പോസിറ്റീവായ ആക്ഷൻസ് എടുക്കണം. അത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇത് വലിയ അപകടത്തിലേക്ക് പോകും. കാരണം യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ആരോട് ചോദിച്ചാലും പറയുന്ന ഒരു കാര്യമാണ്, പെട്രോൾ പമ്പുകൾ അവർക്കൊരു ഓപ്ഷനായിരുന്നു. വാട്ട് ഈസ് ദി അതർ ഓപ്ഷൻ? അതില്ല എങ്കിൽ വേറൊരു ഓപ്ഷനില്ല. നമ്മളിപ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളോട് നമ്മൾ ചോദിച്ചാൽ ആ പെട്രോൾ പമ്പിൽ നിർത്താൻ പറയും. എന്തിനാണ് പെട്രോൾ പമ്പിൽ നിർത്തുന്നത്? അവർക്കൊരു വാഷ്റൂം അവിടെ അവൈലബിൾ ആണ്. അതെടുത്ത് പൂർണ്ണമായി എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ രാജ്യം വിട്ടൊക്കെ അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യും? അത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെറ്റായ ഒരു സമീപനമാണ്. അത് പെട്രോളിയം ഔട്ട്ലെറ്റ്സിനെ സംബന്ധിച്ച് അവരുടെ അവരുടെ ബിസിനസ് മാത്രമൊന്നും അല്ല ഇതിനൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ജനങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടെ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പലപ്പോഴും ഇത്തരം ഇടങ്ങൾ കാണുന്നത്. പെട്രോൾ പമ്പുകളിലൊക്കെ ആർക്കും കയറി ഇറങ്ങി പോകാവുന്ന തരത്തിൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമ്പോൾ ചില സുരക്ഷാ പ്രശ്നങ്ങളുമുണ്ട്. പുകവലിക്കാരും ലഹരി ഉപയോഗിക്കാനുമൊക്കെയായി ഈ ടോയ്ലറ്റുകൾ ഉപയോഗിച്ചാൽ അത് തീക്കളിയാകുമെന്നതിൽ സംശയവുമില്ല.